ഡബ്ബിങ്ങിലേക്ക് തിരിച്ചു വന്നാൽ നേരത്തെ പറഞ്ഞു ഇപ്പോൾ നോക്കത്താ ദൂരത്ത് കണ്ണു നട്ടാണ് ഒരു വഴിത്തിരിവായത്. അതല്ലെങ്കിൽ ഡബ്ബിങ്ങിൻ്റെ കൃത്യമായ പാഠങ്ങൾ പഠിച്ചത് അവിടെ നിന്നാണ് എന്ന് പറയുന്നത്. അത് മരിച്ചുപോയ ദേവദാസ് സാറ് സൗണ്ട് റെക്കോർഡിസ്റ്റ്, പിന്നെ ഫാസിൽ, അങ്ങനെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ് ആ ശിക്ഷണം കിട്ടിയത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു റെക്കോർഡിസ്റ്റ് ഉണ്ടായിരുന്നു, ഹരി. അതെ, അദ്ദേഹമായിട്ട് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് സിനിമകളിൽ അദ്ദേഹം അല്ലേ. ഹരി ഒരു റെക്കോർഡിസ്റ്റ് എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് പേഴ്സണൽ നല്ലൊരു ഫ്രണ്ടാണ്. ഒരു റെക്കോർഡിസ്റ്റ് വിചാരിച്ചാൽ നന്നായിട്ട് നമ്മളെ മോൾഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ എന്നെ മോൾഡ് ചെയ്ത രണ്ടുപേര് വളരെ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ദാസേട്ടനും ഹരിയും തന്നെയായിരുന്നു. ദേവദാസ് സാർ ഇന്ന് നമ്മോടൊപ്പം ഇല്ല. പിന്നെ ഹരിയുടെ വേറൊരു എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധമുള്ള ഒരാളാണ്. ഒരുപാട് കാര്യങ്ങളിൽ എന്നെ അവർ ഭാര്യയും ഭർത്താവും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് തീർച്ചയായിട്ടും സമാഗമത്തിൽ അതിഥിയായിട്ട് ഹരികുമാർ എത്തിയേ പറ്റും. നമുക്ക് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ഈ സമാഗമ വേദിയിൽ ആദ്യമായി അതിഥിയായി എത്തുന്നു ശ്രീ ഹരികുമാർ. അപ്പോൾ ഭാഗ്യലക്ഷ്മി ഇങ്ങനെ പറയായിരുന്നു, ഡബ്ബിങ്ങിന് ആദ്യം ബാലപാഠങ്ങൾ പറഞ്ഞു തന്നെ. കുറേ ഡബ് ചെയ്തിട്ടുണ്ടെങ്കിലും ശരിക്കും കൃത്യമായിട്ട് എങ്ങനെ ഡബ് ചെയ്യണമെന്ന് പഠിപ്പിച്ചതിൽ പ്രധാനിയായിട്ടുള്ള ആളാണ് ഹരി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ആ രീതിയിലൊരു ആശാനാണ് അല്ലേ പ്രധാനി. എൻ്റെ ചീഫ് ദേവദാസ് സാറാണ് പ്രധാന ഗുരു. പക്ഷെ ഭാഗ്യലക്ഷ്മി ആദ്യമായിട്ട് വരുന്നത് ചിത്രാഞ്ജലി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു നടിയായിട്ടാണ് ഞാൻ ആദ്യം കാണുന്നത്. അപ്പോൾ അന്ന് മനസ്സിൻ്റെ തീർത്ഥയാത്ര എന്ന ഫിലിമിൽ നായികയായിട്ട് അഭിനയിച്ചു. നായികയാണ്. അപ്പം ഞാൻ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഒന്നും ആയിട്ടില്ല. ഞാൻ ഊമയാണ്. ശബ്ദം കൊടുക്കുന്ന ആൾ അഭിനയിച്ചത് ഊമയായിട്ടാണ്. വേറെ പടമുണ്ട് ചെറിയൊരു അത് റിലീസ് ചെയ്തില്ല. പക്ഷെ ദേവന്റെ നായികയായിരുന്നു, ഇതിൽ MG സോമന്റെ നായികയാണ്. അതിൽ ഡബ് ചെയ്തിട്ട് വേറെ ആരാ ഡബ് ചെയ്യുന്നത്? എന്താ വിചാരിച്ചേ? നായികയായിട്ടാണ് രംഗപ്രവേശം ചെയ്യുന്നത്. അപ്പോൾ ഒരുമിക്കുന്ന ഒരുമാതിരിപ്പെട്ട ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളെല്ലാം അഭിനയിക്കാൻ തന്നെ വന്നവരാണ്. പിന്നെ 80 ചിത്രാഞ്ജലി സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് 84 നോക്കത്താ ദൂരത്ത്. അതാണ് ശരിക്കൊരു ഭാഗ്യലക്ഷ്മിക്ക് ഒരു ബ്രേക്ക് ആയത്. പിന്നെ നിരനിരയായിട്ട് പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ, ശോഭനയും അല്ലേ, ഉർവശി ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടപ്പോൾ എല്ലാവർക്കും ഭാഗ്യലക്ഷ്മിയുടെ വോയിസ് മാച്ചായിട്ട് വന്നു. തിരക്കുള്ള ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ടൊക്കെ മാറി. അപ്പോൾ ഇങ്ങനെ എന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പലരും നമ്മളുടെ അടുത്ത് ചേച്ചി 1 more എന്നേ പറയുള്ളൂ, എന്തിനാണ് 1 more എന്ന് പറയില്ല. പക്ഷേ ഇത് ഇദ്ദേഹം ഇങ്ങനെ പറയും, എന്തിനാണ് 1 more എന്ന് പറയും. ടൈമിംഗ് എന്നൊരു സാധനമാണല്ലോ മെയിനായിട്ട് ഇവർക്ക് വേണ്ടത്. ഒരു ഏറ്റവും പ്രയാസം ഈ കരച്ചിലിനിടയിൽ ഡയലോഗ് പറയുന്നതെന്നുള്ളതാണ്. നമ്മൾ തന്നെ അതിശയിച്ചു പോയി, എങ്ങനെ ഡയലോഗ് ഇത്ര കൃത്യമായിട്ട് ഇടയിൽ കൊണ്ട് കയറ്റുന്നു. അവിടെ തേങ്ങലടിയുണ്ട്, ഇവിടെ അത് കറക്റ്റായിട്ട് വരും, ഡയലോഗ് പറയുന്നത്, ആ മോഡുലേഷൻസ് കറക്റ്റായി പറയുന്നു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് ഭയങ്കരമായിട്ട് ഭാഗ്യലക്ഷ്മിക്കുണ്ട്. അവിടെയാണ് ടാലന്റ്. ശരിക്കും നമുക്ക് ഈ ഡബ്ബിങ്ങിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അത് തന്നെയാണ്. പിന്നെ അവാർഡുകൾ വാങ്ങിച്ചു കൂട്ട്, അവാർഡുകൾ പിടിച്ചു വേണം. ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് അവാർഡ് വേണം. ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് അവാർഡ് പ്രഖ്യാപിക്കാൻ അല്ല, വെക്കാത്ത എന്താ ഈ രഹസ്യമുണ്ടാണ്. അതാരും അറിയണ്ട. ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് വേണ്ടി വേറെ ആൾ പറയുന്ന ഡയലോഗാന്ന് പറഞ്ഞാൽ സിനിമയുടെ രസം കുറഞ്ഞു പോകും. എന്നിട്ട് പല ഡയറക്ടേഴ്സും അങ്ങനെ. പക്ഷേ അതിനുവേണ്ടിയൊക്കെ കിടന്ന് ഫൈറ്റ് ചെയ്ത് അവാർഡ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പം മെയിൽ ആൻഡ് ഫീമെയിൽ 2 അവാർഡുണ്ട്. അപ്പം അതൊരു ഇവരുടെ കഴിവ് അന്ന് അംഗീകരിക്കപ്പെടുന്നില്ലായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരുപാട് മികച്ച നടിക്കുള്ള അവാർഡ് കൊടുക്കും. അപ്പോൾ അവരുടെ സ്വന്തം ശബ്ദം അല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ നാഷണൽ അവാർഡ് ആ ഒരു ഇതുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ശരിക്കും മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടും. അത് നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശാരദയ്ക്ക് അന്ന് ആദ്യം ഉർവശി അവാർഡ് കിട്ടിയപ്പോൾ, തുലാഭാരതിന് ഉർവശി അവാർഡ് കിട്ടി കഴിഞ്ഞപ്പോൾ TR രാമനിക്കും അവാർഡ് പകുത്ത് കൊടുക്കണമായിരുന്നു എന്ന് അന്ന് തൊട്ടിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം പലപ്പോഴും പല ഇമോഷൻസും രക്ഷപ്പെടുത്തിയത് ഈ പറയുന്ന ശബ്ദം കൊണ്ട് കൂടിയാണ്. നാഷണൽ അവാർഡ് എന്ന് പറയുന്നത് അവർ മറച്ചു വെച്ചുകൊണ്ടല്ലേ അപ്ലൈ ചെയ്യുന്നത്, ഫോമിൽ എഴുതുന്നില്ല. അവർ ഓൺ വോയിസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ യെസ് എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പലപ്പോഴും. പിന്നെ നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് നമ്മുടെ മലയാളത്തിന് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. അത് നമ്മൾ നഷ്ടപ്പെടുത്തണ്ട. നമ്മളെ ചെറിയൊരു ഇതിൻ്റെ കാര്യം പറഞ്ഞ് നമ്മുടെ നാട്ടിൽ തന്നെ അതിനൊരു അംഗീകാരം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ വലിയ സങ്കടം. ഇപ്പോൾ എനിക്കങ്ങനെ കിട്ടാത്തത് കൊണ്ടല്ല. ഇപ്പം തന്നെ ഇപ്പോൾ ലാസ്റ്റ് അവാർഡ് സോൾട്ട് ആൻഡ് പെപ്പറിൽ ശ്വേതാ മേനനാണെന്ന് പറഞ്ഞു. ശ്വേതാ മേനൻ ഞാനാണ് ഡബ് ചെയ്തത്. പക്ഷേ ഡബ്ബിങ് കൊടുത്തത്
വേറൊരു പിന്നെ അതിന് വേറൊരു തമാശ കൂടി ഉണ്ട്. കാരണം ആ സിനിമയിൽ ഇപ്പൊ സോൾട്ട് ആൻഡ് പെപ്പറിൽ ശ്വാദ ചെയ്ത ക്യാരക്ടർ ഡബിങ് ആർട്ടിസ്റ്റാണ് സിനിമയിൽ. കാരണം അപ്പൊ ആ ശബ്ദത്തിന് വളരെ പ്രാധാന്യം ഉണ്ട് അവരുടെ കഥാപാത്രത്തിന്. ഡബിങ് ആർട്ടിസ്റ്റായിട്ടല്ലേ അഭിനയിക്കുന്നത്. അപ്പൊ എന്നിട്ട് പോലും പരിഗണിച്ചില്ല എന്നുള്ളതാണ്. അപ്പം എന്തായാലും ഡബ്ബിങ്ങിന് പുതിയ പുതിയ പ്രതിഭകൾ ഉണ്ടായി വരട്ടെ. അതിന് ഭാഗ്യലക്ഷ്മിയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഹരിയുടെ ഭാഗത്തുനിന്നൊക്കെ ഉള്ളൊരു ശ്രമങ്ങൾ ഉണ്ടാവട്ടെ. എന്നാൽ മലയാള സിനിമ പഴയ പോലെ ആ വസന്തം ഈ ഡബ്ബിങ്ങിൻ്റെ കാര്യത്തിലെങ്കിലും ഡബ്ബിങ്ങിലെ ശബ്ദത്തിൻ്റെ നല്ലൊരു മേഖലയാണെന്നത് അതെ ഉള്ളത് തിരിച്ചറിഞ്ഞ് കുറേ പുതിയ കലാകാരന്മാർ കടന്നു വരണം. അത് കഴിവുള്ളവർ ഈ പറഞ്ഞ മാതിരി എല്ലാവർക്കും നല്ല ശബ്ദമുണ്ടെന്ന് വെച്ചിട്ട് ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആവാതെ ഈ മേഖലയിൽ കഴിവുള്ള ആൾക്കാരിലേക്ക് കടന്നു വരണം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സമാഗമത്തിൽ വന്നതിൽ വളരെ